2025 ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ്. പൂർവ്വച്ചാണ് മാറുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫലം പറയുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനിയും. കാരണം ശനി ഒരു 2.5 വർഷത്തോളം ഒരു രാശിയിൽ നിൽക്കും, വ്യാഴം ഒരു വർഷത്തിൽ നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ ഫലം കുറേ കാലം ഉണ്ടാകും. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മോശമായിരിക്കാം, അടുത്ത നല്ലതായിരിക്കാം, അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകും. പക്ഷേ ഇതല്ല, ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട്, കുറേ കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഏകദേശം 1-2 മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറ് വെച്ച് മാറുകയാണ്. ഭാവം വെച്ചല്ല, ഭാവം വെച്ചിട്ടാണ്. കൂറ് വെച്ചെന്ന് പറഞ്ഞാൽ 2.25 നക്ഷത്രത്തിനാണ്, ഒന്നിച്ച് പറയുകയാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും ഭാവം വെച്ചിട്ട് നോക്കിയിട്ട് തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം. അപ്പം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളുടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ സൂക്ഷ്മമായി നോക്കുമ്പോൾ, അപ്പോൾ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് 2025 ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ്. കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത്. അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അനുസരിച്ച് ഉള്ള ഫലം, ചിലവർക്ക് ഒന്ന് നല്ലയിടത്ത് ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക, ചിലവർക്ക് ചിലപ്പോൾ 2 നല്ലതിടത്തേക്ക് വന്നെന്ന് വരും, ചിലവർക്ക് 2 മോശത്തിലേക്ക് പോയെന്ന് വരും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ കൂറ് വെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത്, ഓരോ നക്ഷത്രം എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. അങ്ങനെ ഈ 2025, ഇനിയുള്ള 2025, കാരണം വ്യാഴം ഏകദേശം 1 വർഷത്തോളമാണ് നിൽക്കുന്നത്. ശനി എന്ന് പറഞ്ഞാൽ പിന്നെയും കുറേ കാലം നിൽക്കും. അപ്പോൾ ഈ 2025 ഇനിയുള്ള മാസങ്ങളുടെ ഫലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ വെച്ചോളണം. കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ്. അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല, മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 100% ഇതേപോലെ ആകുന്നൊന്നും ചിന്തിച്ചേക്കരുത്. അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത്. മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോൾ മലയാള രാശിചക്രം വെച്ചാണ് പറയുക. എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി 1 തൊട്ട് 31 വരെ ഒന്നും കണക്കാക്കണ്ട. കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കൃത്യ ഡേറ്റ് വെച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലവർക്ക് ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നു വരും. ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയുടെ ആദ്യ ഭാഗത്തായിരിക്കും ഫലം. ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നേരത്തിലാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം മേടം ഇടമെന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി, പക്ഷേ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത്. ആ തരത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഓരോ നക്ഷത്രവും വെച്ച് നമുക്ക് നോക്കാം. പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 ഫലം പറയാം. ഇനിയുള്ള മാസങ്ങളിൽ, അതായത് ഏപ്രിൽ മുതൽ
ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ശനിയും വ്യാഴനും മാറുന്നതനുസരിച്ച് ശനിയും വ്യാഴനും ഭാവം വെച്ച് മാറുന്നതനുസരിച്ച് ഏകദേശം അടുത്തടുത്ത കാലത്താണ് മാറുന്നത്. അതുകൊണ്ട് ഇനിയുള്ള മാസങ്ങളിലെ ഫലം ഇത് വെച്ചുകൊണ്ട് പറയുകയാണ്. ശനി ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ നല്ല സ്ഥലത്താണുള്ളത്. വളരെ അനുകൂലമായിട്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വിജയിക്കുന്ന തരത്തിലാണുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തിയെടുക്കണം. കാരണം ശനി അപ്പോൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. എന്ത് കാര്യവും പുതിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടിരിക്കാൻ ശനി അനുകൂലമാണ്. പക്ഷേ ജൂൺ മുതൽ ശനി മോശസ്ഥാനത്തേക്ക് വരികയാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തടസ്സങ്ങൾ, വീട് പണിയായിട്ട് അല്ലെങ്കിൽ വസ്തുവാഹനങ്ങളെല്ലാം വിൽക്കാനും വാങ്ങാനും എല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക. അത്ര അനുകൂലമായ സമയമല്ല, കാലമല്ല. വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലൊരു സമയമൊന്നും മാസങ്ങളൊന്നുമല്ല. മെയ് കഴിഞ്ഞാലുള്ള ഡിസംബർ വരെയുള്ള കാലം ശനിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല കാലമല്ല. ശനി അനുകൂലമല്ലായിരുന്നു. എന്നാൽ വ്യാഴനെ പറ്റി ചിന്തിക്കുമ്പോൾ വ്യാഴം ഏപ്രിൽ മെയ് മാസങ്ങളിൽ മോശമായിട്ടാണ് നിൽക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ എല്ലാ തടസ്സങ്ങളെല്ലാം ശനി അനുകൂലമായിട്ട് നിൽക്കുമ്പം വ്യാഴം മോശമായിട്ട് നിൽക്കുകയാണ്. ഏപ്രിൽ മെയ്യിൽ എല്ലാ കാര്യത്തിനും തടസ്സം, ശത്രുത, വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. പക്ഷേ മെയ് കഴിയുമ്പോൾ വ്യാഴം നിൽക്കുന്നത്. പക്ഷേ മെയ് കഴിയുമ്പോൾ വ്യാഴം നല്ല സ്ഥാനത്തേക്ക് വരും. അപ്പം വ്യാഴം നമുക്ക് ദാമ്പത്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിരിക്കും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിന് കണ്ടെത്താൻ പറ്റുന്ന തരത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം ശനി നമുക്ക് ദോഷം ചെയ്യാൻ നിൽക്കുമ്പോൾ, ആദ്യം ശനി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ വ്യാഴം എതിരായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് മെയ് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ ശനി മോശമായി നിൽക്കുമ്പോൾ വ്യാഴം അനുകൂലമായി നിൽക്കുന്നു. അതുകൊണ്ട് നമുക്ക് നല്ലതും മോശവും കൂടിയ ഒരു പീരീഡ് ആയിരിക്കും പൊതുവെ പൂരാട നക്ഷത്രക്കാർക്ക്. ചില കാര്യങ്ങളിൽ തടസ്സം കാണും, ചില കാര്യങ്ങളിൽ ഗുണവും കാണും. അപ്പം പൂർണ്ണമായിട്ടും മോശവും ഒന്ന് മോശമാകുമ്പോൾ ഒന്ന് നല്ലയാവുന്നുണ്ട്. അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും പൂരാടം. ഇനി ചില മാസങ്ങൾ വെച്ച് നോക്കാം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാര്യവിജയം ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ല മാസമാണ് ഏപ്രിൽ മെയ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറേ ശത്രുത, പാരവെപ്പ് ഇതെല്ലാം ഉണ്ടാവും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണാം. അതേസമയം ഏപ്രിൽ മാസത്തിൽ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ കാണുന്നുണ്ട്. മെയ് മാസത്തിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. ജൂൺ മാസത്തിലെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. കേസ് അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ജൂണിൽ. എന്നാൽ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. അപ്പം ഗുണവും ദോഷമെല്ലാം ഉണ്ട്. ജൂലൈ മാസം പൊതുവെ മോശമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ്. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കും. അതുകൊണ്ട് അവ വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകും. മാതാവിന് മാസാത്ര നല്ലതല്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണെങ്കിലും കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ മാസമല്ല. ഓഗസ്റ്റ് മാസത്തിൽ പ്രത്യേകിച്ച് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം കാണുന്നുണ്ട്. മനസ്സമാധാനക്കുറവ്, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. ഒക്ടോബർ നവംബർ മാസം ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതുകൊണ്ട്
കണ്ട്. പക്ഷേ കുടുംബപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെ ചെറിയ കാലനഷ്ടവും സംഭവിക്കാം. ഡിസംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കാം. ട്രാൻസ്ഫർ ഉണ്ടാവുക, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ഇതാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഇനിയുള്ള മാസങ്ങളിലെ 2025 ഫലം.